ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെക്കുകയാണ്. ഇത് ഓണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നമ്മൾ കുറേ കറികൾ ഉണ്ടാക്കലും പിന്നെ ഓണത്തപ്പന ഒരിക്കലും പൂക്കളിടലും അതൊക്കെ എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അതേ ഞാൻ സന്ധ്യയായല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിളക്കൊക്കെ വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ചു, നാമം ജില്ലയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ വിഷ്ണുവിൻ്റെ അടുക്കളയിൽ നിന്ന് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. കറികളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. നമ്മൾ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതേ ആദ്യം അമ്മച്ചി ഉണ്ടാക്കുന്നത് മറ്റേ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വടുകംപുളി നാരങ്ങ അച്ചാറുണ്ട്, കാന്താരിമുളക് അച്ചാർ, ക്യാബേജ്, അച്ചിങ്ങ, അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കലും അതും തലേ ദിവസത്തെ മാത്രം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ ഇഞ്ചിക്കറിക്കുള്ള സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി പൊളിച്ചതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ പുളിവെള്ളം. അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ദേ തേങ്ങ നല്ലോണം കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചമുളകും ഉണക്കമുളകും വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച അരപ്പ്, അതായത് ആ തേങ്ങ വറുത്തതല്ലോ, അത് ഒഴിച്ചതിന് ശേഷം അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി പിഴിഞ്ഞൊഴിച്ച വെള്ളം അത് നമ്മൾ അരിച്ച് ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ അത് ഈ പരിവായി വരുമ്പോഴത്തേക്കും ശകലം ഉപ്പും കൂടിയിട്ട്, ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കുറുകി നല്ലൊരു പരിവാകുമ്പോഴത്തേക്കും അത് റെഡിയാവും. അപ്പോൾ അടുത്ത കറി അച്ചായുടെ സ്പെഷ്യലാണ്. അത് ഈന്തപ്പഴം, വടുകംപുളി നാരങ്ങ, ഈന്തപ്പഴം ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ എണ്ണ ചൂടാക്കി കടുകും ഉലുവയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് നല്ലോണം ആദ്യം വയറ്റണം കേട്ടോ. ഉപ്പും ചില്ലി പൗഡറും കാശ്മീർ ചില്ലി പൗഡറും പറ്റി വെച്ചേക്കണം. അത് മൂത്തതിനകത്തേക്ക് ഇടാം. പല കുറച്ചിടാം. പഞ്ചസാര പൊടിച്ചെടുക്കുന്നത് പഞ്ചസാര വടകപ്പുളിയിൽ ഈന്തപ്പഴം, ഈന്തപ്പഴം പഴുത്ത എല്ലാം ഇല്ല, കുറച്ച് അട്ടക്കാഴ് വേണം. പൊടിയല്ല, പൊടി സ്മെല്ലൊക്കെ സ്മൂത്തായിട്ട് കിട്ടില്ല. അത് കഴിഞ്ഞ് ഇതേ കാന്താരി മുളക് അച്ചാറിടാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അച്ചായി. അപ്പോൾ അതിലേക്ക് ഇതേ ഉലുവയും കടുകും ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കണ്ട, വേപ്പിലയും വേണേ. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി മുളകാണ്, അത് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട്
അപ്പോൾ ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു ശർക്കര കുറച്ച് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേ കായം ഇട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ശർക്കരയും കൂടി ചിരകിയിടുക. ഒരു ശകലം മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട ഉണ്ടാക്കാൻ പോവാണ്. അപ്പം 3 ടൈപ്പ് അട വേണം. ആദ്യത്തെ ഒരു അടയിൽ നമ്മൾ പൂവ് വെച്ചിട്ടാണ് ചെയ്യണേ. രണ്ടാമത്തെ അടയിൽ ശർക്കരയും തേങ്ങയും കൂടി വെച്ചിട്ടാണ് ചെയ്യണേ. നമ്മൾ മറ്റേ വാഴയിലയിൽ വെച്ചിട്ട് ഉണ്ടാക്കണ അട. അപ്പം ഞാൻ അമ്മച്ചി ഓരോന്ന് പറഞ്ഞു തരുന്ന അനുസരിച്ച് ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ആദ്യത്തെ അട ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ രണ്ടാമത്തെ അട ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി. അപ്പോൾ അഞ്ഞി അതെടുത്ത് വാഴയിലേക്ക് എടുത്ത് വെക്കും. അതിൻ്റെ ഉള്ളിൽ വെക്കണത് നമ്മൾ ശർക്കരയും പീരയും കൂടിയിട്ടാണ്, ശർക്കരയും തേങ്ങാപ്പീരയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെക്കാൻ പോണത്. അപ്പോൾ അത് ഇഡ്ഡലി പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അട വേവിക്കാൻ വേണ്ടിയിട്ട് 3 അടയും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഇനി അത് വേവിച്ചിട്ട് രാവിലെ ആകുമ്പോൾ അത് 2 ചുട്ടെടുക്കണം എന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചി. അപ്പോൾ അതേ അച്ചായി അപ്പുറത്ത് പരിപ്പ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പൂകളിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി ഒരു 3 മണി വെളുപ്പിനായപ്പോൾ ഞാനും വിഷ്ണുവായിട്ടും കൂടി കുളിച്ച് റെഡിയായി. അപ്പോൾ അതേ ഓണത്തപ്പനെയൊക്കെ സെറ്റ് ചെയ്തു. ഓണത്തപ്പനെയൊക്കെ വെച്ചു, തുമ്പയൊക്കെ ഇട്ടു, പിന്നെ 2 തേങ്ങാമുറി വെച്ചു, ശർക്കര, പിന്നെ നമ്മളുണ്ടാക്കിയ അട, പിന്നെ വിളക്കൊക്കെ വെച്ച് കത്തിച്ചു. അപ്പോൾ അതേ ഓണത്തപ്പനും കാര്യങ്ങളും അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിഷ്ണുവിനും കൂടെ പൂക്കളിടാനായിട്ടിരുന്നു. അപ്പോൾ അതേ പൂക്കളമൊക്കെ ഇന്നലെ രാത്രി വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. പൂക്കളമൊക്കെ വരച്ചിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പൂക്കളിടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതേ ഇത്രയുമൊക്കെ ഒപ്പിച്ചെടുത്തു. എങ്ങനെയെങ്കിലും റൗണ്ട് കാര്യങ്ങളും മര്യാദക്ക് ആയൊന്നുമില്ല, പിന്നെ സ്ക്വയറും കാര്യങ്ങളൊന്നും മര്യാദക്കൊന്നും വന്നില്ല. എന്നാലും ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതേ നമ്മുടെ പൂക്കളം ഫിനിഷായി. അപ്പോൾ അതേ നല്ലൊരു വലിയൊരു പൂക്കളമാണ് ഞങ്ങൾ ഇട്ടത്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു, ചായയൊക്കെ കുടിച്ചു, പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ ചോറിനാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കറികളൊക്കെ എല്ലാം കൂടി സെറ്റ് ചെയ്ത് നിരത്തി വെച്ചിട്ടുണ്ട്. പപ്പടമൊക്കെ വറുത്തു, പരിപ്പ് പായസമൊക്കെ റെഡിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കൂട്ടം കറികളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല സൂപ്പർ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പപ്പടം അങ്ങനെ പരിപ്പ് പായസവും പപ്പടവും കൂട്ടി ഞാനൊരു പിടിയങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കേ.